വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഇൻഷാ അല്ലാഹ് പരീക്ഷയാണല്ലോ. നാളെ 6ാം ക്ലാസ്സിൻ്റെ ലിസാനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു റിവിഷനും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വിഷയം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയാൻ പോകുന്ന ഓരോ പാഠത്തിലെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സ് മാത്രം മതി നമുക്ക് നല്ല ഉന്നതമായ മാർക്ക് ലഭിക്കാൻ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ പുറമേ വരുന്ന ചോദ്യങ്ങൾ ഒന്നെങ്കിൽ അറബി തരും, അറബി തന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ പറയും, അല്ലെങ്കിൽ മലയാളം തന്നിട്ട് അറബിയാക്കാൻ പറയും. ഇതല്ലാത്ത വേറൊന്നും പുറത്തുനിന്ന് വരാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. ഒന്നാമത്തെ പാഠം ഖിറാഅത്തുൽ ജരീദ, പത്രവായന അല്ലേ? ആ പാഠം അതാണല്ലേ ഹെഡിങ്. അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്ന വിഷയം 2 വിഷയമാണ്. ഒന്ന് മഅറൂഫ്, മറ്റൊന്ന് മജ്ഹൂൽ. മഅറൂഫ് നമ്മൾ പാഠമൊക്കെ ശ്രദ്ധിച്ചതാണല്ലോ, എങ്കിലും ചിലപ്പോൾ ശ്രദ്ധക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറൽ ഫാഇലു മഅൽ ഫിഅലി കാനൽ ഫിഅലു മഅറൂഫാ. ഫിഅലിൻ്റെ കൂടെ ഫാഇലിനെ പറഞ്ഞാൽ എന്ത്? ഫിഅലിൻ്റെ കൂടെ ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തി പറഞ്ഞാൽ ഉദാഹരണത്തിന് ഫഅല, നസറ, ജലസ, ഇതാണല്ലോ പ്രവൃത്തി, ഫിഅൽ. ആ ഫിഅലിൻ്റെ കൂടെ പ്രവൃത്തി ചെയ്ത ആള്, ആ ചെയ്ത ആളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്? മഅറൂഫ്. ഉദാഹരണത്തിന് അതായ നമ്മളെ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി. നമ്മളെ പാഠത്തിൽ തന്നെ ഉണ്ടല്ലോ, ഖതലൽ വലദു ഫഅറ. ഖതല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊന്നു എന്നർത്ഥം. ഖതലൽ വലദു, കുട്ടി കൊന്നു. അപ്പൊ ഇവിടെ ആരാണ് ഫായില്? കുട്ടി എന്നുള്ളതാണ്. ഏതാ പ്രവൃത്തി? ഖതല എന്നുള്ളതാണ്. അപ്പൊ ഈ ഖതല എന്ന ഫിഅലിന്റെ കൂടെ ഫായിലായ വലദ് വന്ന്, അപ്പോ ഇതാണ് ഫിഅലും ഫായിലും എന്ന് പറയാം. ഖതല ഫിഅല്, വലദ് ഫായില്. ആ ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയുന്നുവെങ്കിൽ അതാണ് എന്ത്? മഅറൂഫ് എന്ന് പറയാം. ഈ ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയില്ല, അഥവാ ചെയ്ത ആളെ പറയില്ല. ഖതലൽ വലദു ഫഅറ, കുട്ടി എലിയെ കൊന്നു എന്നുള്ളതാണ്. കുട്ടി എലിയെ കൊന്നു. അപ്പൊ ഇവിടെ മഫ്ഊൽ ആരാണ്? എലി എന്നുള്ളതാണ്, ഫഅർ എന്നുള്ളതാണ്. അപ്പോൾ ഫഅറിനെ വലദ് കൊന്നു, ഇതാണ് ഫിഅൽ. എന്താണ്? ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയാന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് മഅറൂഫ്. മനസ്സിലായില്ലേ? നസറ മുഹമ്മദുൻ സൈദൻ, വേറൊരു ഉദാഹരണം. ഏതാണ്? നസറ മുഹമ്മദുൻ സൈദൻ, മുഹമ്മദ് സൈദിനെ സഹായിച്ചു. മുഹമ്മദ് സൈദിനെ സഹായിച്ചു. ഇവിടെ സഹായിച്ചത് ആരാണ്? മുഹമ്മദാണ്, പറഞ്ഞല്ലോ. ഇനി താഴെ ഉദാഹരണം നോക്കി, യഖറഉ ത്വാലിബു അദ്ദർസ. യഖറഉ എന്നുള്ളത് എന്താണ്? മുളാരിയാണ്. ഖതല എന്ന് പറഞ്ഞാൽ കൊന്നു, അത് പാസ്റ്റാണ്. അപ്പൊ അതിന് മാളി എന്ന് പറയും. യഖറഉ എന്ന് പറഞ്ഞാൽ കൊല്ലുന്നു അല്ലെങ്കിൽ കൊല്ലും. അല്ല, യഖറഉ എന്ന് പറഞ്ഞാൽ പിന്നെ വായിക്കുന്നു. യഖറഉ വായിക്കുന്നു അല്ലേ? വായിക്കുന്നു അല്ലെങ്കിൽ വായിക്കും. യഖറഉ ത്വാലിബു, വിദ്യാർത്ഥി വായിക്കും. അദ്ദർസ, എന്ത്? പാഠം. പാഠം വിദ്യാർത്ഥി വായിക്കും. ഇവിടെ ഫിഅലും ഫായിലും പറഞ്ഞു, ഫിഅലും ഫായിലും പറഞ്ഞു. അപ്പൊ ഏതാ ഫായിൽ? ഏതാ? ത്വാലിബ് എന്നുള്ളതാണ്. ഫിഅൽ ഏതാ? യഖറഉ. അപ്പൊ ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറഞ്ഞാൽ അതിന്റെ പേരാണ് മഅറൂഫ്. അത്രേ ഉള്ളൂ. എന്താണ്? ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയുന്നുവെങ്കിൽ അതിന്റെ പേരാണ് മഅറൂഫ്. ഇനി ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറഞ്ഞിട്ടില്ലെങ്കിലോ അതാണ് മജ്ഹൂൽ. ലം യുദ്കർ മഅൽ ഫിഅലി ഫാഇലുഹു, ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയില്ല. ഖുതിലൽ ഫഅറു എന്ന് പറഞ്ഞാൽ ആ ഫായിലിനെ ഒഴിവാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഖതലൽ വലദു ഫഅറ എന്ന് പറഞ്ഞല്ലോ അവിടെ മഅറൂഫിലെ. അപ്പൊ അതിനെ മജ്ഹൂലാക്കൽ എങ്ങനെ? ഖുതില, ഖുതില. ഖതല എന്നാണെങ്കിൽ ഖുതില, ആയത്തിന് ലമ്മ് കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് കസ്ർ കൊടുക്കുകയും ചെയ്യുക. മാളിയിൽ എന്ത് ചെയ്യുക? അവസാനത്തെ മുമ്പുള്ള കസ്ർ കൊടുക്കുക. അപ്പൊ ഖ എന്നുള്ളത് ഖുതില. ഖുതില ഞാൻ വലതിനെ ഒഴിവാക്കണം, വലത് എന്താ? ഫായിലിനെ ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് പറയാ ഖുതിലൽ ഫഅറു, എലി കൊല്ലപ്പെട്ടു. എലി കൊല്ലപ്പെട്ടു. എലി കൊല്ലപ്പെട്ടു ആരാ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആളെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് മജ്ഹൂൽ. അപ്പൊ അതിനെന്ത് ചെയ്യും? ഈ ഫഅറൻ എന്നുള്ളതിനെ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. വലതു എന്നതിന് എന്തായിരുന്നു? ലമ്മായിരുന്നു. അപ്പൊ ഫഅറിനെ വലതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഫഅറിന് എന്ത് ഹർക്കത്ത് കൊടുക്കുകയാണ്? ഫായിലിന്റെ ഇഅ്റാബ്. ഫായിലിന് എപ്പോഴും ലമ്മായിരിക്കും. ഫായിലിന് എപ്പോഴും ലമ്മായിരിക്കും. ഖതലൽ വലദു നസറ മുഹമ്മദുൻ, കണ്ടിയ ലൊമ്മ. അപ്പൊ ആ ലൊമ്മിന്, അപ്പൊ ഇവിടെ ലൊമ്മ കൊടുക്കാൻ കാരണം എന്താ? ഈ മഫ്ഊലിനെ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ മഫ്ഊൽ ഇപ്പൊ ആരാണ്? ഫായിലിന്റെ സ്ഥാനത്താണ്. ഫായിലിന്റെ സ്ഥാനത്താകുമ്പോൾ അതിന് ലൊമ്മ കൊടുക്കണം, അതാണ് നിയമം. അപ്പൊ ഖുതിലൽ
ഫഅറു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നസറ മുഹമ്മദുൻ സയ്യിദൻ. അവിടെ എന്ത് ചെയ്യണം? നസറ എന്നതിനെ മജ്ഹൂലാക്കണം. എങ്ങനെ? നുസിറ സയ്യിദുൻ. സയ്യിദുൻ സയ്യിദൻ ആയിരുന്നു, സയ്യിദുൻ ആക്കി. മനസ്സിലായില്ലേ? അപ്പോ യഖറഉ താഴെ നോക്കി, യഖറഉ ത്വാലിബു അദ്ദർസ. ഇവിടെ മഅറൂഫിന്റെ താഴെ കണ്ടി യഖറഉ വായിക്കും, വിദ്യാർത്ഥി പാഠം വായിക്കും. ഇനി പാഠം വായിക്കും എന്ന് പറയപ്പെടണം, പാഠം വായിക്കപ്പെടും എന്ന് പറയപ്പെടണം. എങ്ങനെ പറയാം? യഖറഉ എന്നുള്ളത് ഇത് മുളാരിയാണ്. മുളാരിന് എന്താ മാറ്റം? മാദി മുളാരിയും തമ്മിലുള്ള മാറ്റമുണ്ട്. എന്താ മാറ്റം? ആദ്യത്തിന് ലൊമ്പ് കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളതിന് ഫത്ഹ് കൊടുക്കലാണ് മാദിയില്. എന്നാൽ മുളാരിയിൽ ചെയ്യേണ്ടത് ആദ്യത്തിന് ലൊമ്മും അവസാനത്തെ മുമ്പുള്ളതിന് ഫത്ഹ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ യഖറഉ എന്നുള്ളത് അവസാനത്തെ മുമ്പുള്ള അക്ഷരത്തിന് റ എന്നുള്ളതാണ്. അപ്പൊ യുഖ്റഉ ല്ലേ, യുഖ്റഉ ഇവിടെ ഫത്ഹ് ആയതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അങ്ങനെയാണ് കൊടുത്താൽ മതി. യുഖ്റഉ. യുഖ്റഉ ത്വാലിബിനെ ഒഴിവാക്കണം. യുഖ്റഉ ദർസു. യുഖ്റഉ ദർസു. ഇപ്പം പിന്നെ മഅറൂഫിനെ മജ്ഹൂലാക്കേണ്ട കോലം മനസ്സിലായില്ലേ? ഇനി നേരെ മറിച്ച് ഇങ്ങനെ പറയാണ്, പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്, ഖുതിലൽ ഫഅറു. ഇത് മജ്ഹൂലാണല്ലോ, ഇതിനെ മഅറൂഫ് ആക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഖുതില എന്നുള്ളത് ഖതല ആക്കിക്കണം. ഖതലൽ വലദു. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആരെ ചേർത്ത് പോകണമെങ്കിൽ അവിടെ മജ്ഹൂല് തന്നാൽ പിന്നെ എന്ത് ചെയ്യണം? അവിടെ അതിന് പറ്റിയത് ആരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേർത്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെയാ ചേർത്ത് കൊടുക്കല്? ഖതല. ഇനി അവിടെ മേലെ ബ്രാക്കറ്റിൽ എവിടെയെങ്കിലും പിന്നെ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ആരെങ്കിലും എന്ത് ചെയ്യുക? ഒരു ഫയലിന് വെച്ച് കൊടുക്കുക. അപ്പൊ ഖതലൽ വലദു, ഖതല മുഹമ്മദുൻ ഫഅറൻ, ഖതല സയ്യിദുൻ ഫഅറൻ. ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാ? ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് മഅറൂഫും മജ്ഹൂലും. മനസ്സിലായില്ലേ? അപ്പൊ മഅറൂഫ് തന്നാൽ അതിന് മജ്ഹൂലാക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി. മജ്ഹൂല് തന്നാൽ മഅറൂഫ് ആക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യാ? അതിനത് പിന്നെ മഅറൂഫിന് മറ്റൊരു ഉദാഹരണമാണ് ഏത്? യക്തുബു, യൻസുറു, യദ്രിബു. ഇതൊക്കെ എന്താണ്? മുളാരിയാണ്. മനസ്സിലായില്ലേ? മാദിയിലെ ഉദാഹരണങ്ങൾ ഇതൊക്കെ കതബ, നസറ, ലറബ. മുളാരിയിൽ യക്തുബു, യൻസുറു, യദ്രിബു. ഞാൻ നേരെ എന്ത് ചെയ്താൽ മജ്ഹൂലാക്കണം. എങ്ങനെ? കുത്തിബ, നുസിറ, ളുരിബ. യുക്തബു, യുൻസറു, യുദ്റബു. ഇതാണെന്ത്? പിന്നെ മജ്ഹൂൽ. മജ്ഹൂലാക്കൽ എങ്ങനെ? ഒന്ന് ആകെ പറഞ്ഞത് ഈ ഒന്നാമത്തെ പാഠത്തിൽ ആകെ വിഷയം മഅറൂഫ് എന്താണെന്നുള്ളതാണ്. മഅറൂഫ് മജ്ഹൂൽ എന്താണെന്നുള്ളതാണ്. അപ്പം മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയും. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ഫിഅലിന്റെ കൂടെ ഫായിലിനെ പറയില്ല. അതുപോലെ തന്നെ മജ്ഹൂലാക്കൽ എങ്ങനെ? പിന്നെ ഫഅല എന്ന ഫെയില് മാദിയിൽ എന്ത് ചെയ്യണം? ആദ്യത്തിന് ലൊമ്മ് കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളതിന് കസ്ർ കൊടുക്കുകയും ചെയ്യുക. മുളാരിയിൽ ആദ്യത്തിന് ലൊമ്മ് കൊടുക്കുകയും അവസാനത്തെ മുമ്പുള്ളതിന് ഫത്ഹ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഒരു പദം തന്നാൽ, ഒരു സെന്റൻസ് തന്നാൽ ഖതലൽ വലദു ഫഅറൻ എന്ന് പറഞ്ഞാൽ അതിനെ മജ്ഹൂലാക്കൽ എങ്ങനെ? ആ ഫായിലിനെ ഒഴിവാക്കിയിട്ട് ആ മഫ്ഊലിന് ലൊമ്മ് കൊടുക്കുക. അപ്പൊ ഖുതിലൽ ഫഅറു ല്ലേ, ഖുതിലൽ ഫഅറു യലി കൊല്ലപ്പെട്ടു. ഇനി ഖുതിലൽ ഫഅറു എന്ന് തന്നാൽ അതിനെ മഅറൂഫ് ആക്കേണ്ട രൂപം എങ്ങനെ? അവിടെ ഒരു ഫായിലിനെ വെച്ച് കൊടുക്കണം. ഖുതില എന്നുള്ളതിനെ എന്ത് ചെയ്യണം? മഅറൂഫ് ആക്കണം. ഖതലൽ ഫഅറു. മനസ്സിലായി? യഖറഉ ത്വാലിബു അദ്ദർസ, യഖറഉ ത്വാലിബു അദ്ദർസ, യുഖറഉ ദർസു. അപ്പോൾ പാഠം വായിക്കപ്പെട്ടു അല്ലേ? വായിക്കപ്പെടും അല്ലെങ്കിൽ വായിക്കപ്പെടുന്നു. ഇനി അതിനെ മഅറൂഫാക്കാൻ പറഞ്ഞാൽ യുഖറഉ ദർസു എന്നതിനെ മഅറൂഫാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ഫായിലിനെ വെച്ച് കൊടുക്കണം. എങ്ങനെ ഫായിലിനെ വെച്ച് കൊടുക്കല്? യഖറഉ മുഹമ്മദുൻ അദ്ദർസ, യഖറഉ സയ്യിദുൻ അദ്ദർസ, യഖറഉ ത്വാലിബു അദ്ദർസ, യഖറഉ ദാരിസു വിദ്യാർത്ഥി അദ്ദർസ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഒന്നാമത്തെ പാഠം. 2ഉം 3ഉം കൂടി നമുക്ക് ഒന്നിച്ച് പഠിക്കാം. വളരെ സിമ്പിളാണ് 2ഉം 3ഉം. മാ ഹളർത ഫിൽ മദ്രസത്തി, നീ മദ്രസയിൽ ഹാദിറായിട്ടില്ല, മദ്രസയിലേക്ക് വന്നിട്ടില്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ചാർട്ടിലേക്ക് നോക്കുക. ഈ പാഠത്തില് മുസ്ബത്ത് എന്താന്നുള്ളതാണ് മൂന്നാമത്തെ പാഠത്തില്, മൻഫി എന്താന്നുള്ളതാണ് 4ാമത്തെ പാഠത്തില്. അല്ല പിന്നെ 2ാമത്തെ പാഠത്തില്, 3ാമത്തെ പാഠത്തിൽ മൻഫി എന്താന്നുള്ളതാണ്. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സംഭവിച്ചു എന്ന് പറയാം. മൻഫി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സംഭവിച്ചിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്ന് പ്രവൃത്തി സംഭവിച്ചല്ലോ. സഹായിച്ചു എന്ന് പറഞ്ഞപ്പോൾ പ്രവൃത്തി സംഭവിച്ചു. പ്രവൃത്തി സംഭവിക്കുന്ന ഒരു സംഗതി അല്ലെങ്കിൽ പ്രവൃത്തി സംഭവിക്കും. അപ്പൊ എന്താണ്? മുസ്ബത്താണല്ലോ, പോസിറ്റീവ് എന്നർത്ഥം. അതിനെ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കൽ എങ്ങനെ? മാ നസറ, സഹായിച്ചിട്ടില്ല, ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ സഹായിക്കുകയില്ല,
സഹായിക്കുന്നില്ല. ഇതാണ് എന്ത് മൻഫി. മുസ്ബത്ത് മൻഫി മനസ്സിലായ. പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ബത്ത് എന്ന് പറയും, പ്രവൃത്തി സംഭവിച്ചിട്ടില്ലെങ്കിൽ മൻഫി എന്ന് പറയും. പ്രവൃത്തി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് മുസ്ബത്ത്. രണ്ടാമത്തെ പാഠത്തിൽ പ്രവൃത്തി സംഭവിച്ചിട്ടില്ല എന്ന് പറയലാണ് എന്ത് മൂന്നാമത്തെ പാഠത്തിലുള്ള വിഷയം. അപ്പൊ ഇതിനെന്താ വേണ്ടത്? മുസ്ബത്തിനെ മൻഫിയാക്കൽ എങ്ങനെ? മാ ചേർത്ത് കൊടുക്കുക. മാ നസറ, നസറ മാ നസറ. മാദിയിൽ എന്താ ചെയ്യേണ്ടത്? അതിനെ മാ ചേർത്ത് കൊടുക്കുക. നസറ മാ നസറ. മാ നസറ എന്ന മൻഫീനെ മുസ്ബത്താക്കൽ ഇങ്ങനെ മാ ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ ഇതിന്റെ അടയാളം എന്താ? മാ എന്നുള്ളതാണ്. അപ്പൊ അദാത്ത് എന്താന്ന് ചോദിച്ചാൽ മാദിയിലെ നഫീന്റെ മൻഫീന്റെ അടയാളം എന്താന്ന് ചോദിച്ചാൽ മാ എന്നുള്ളതാണ് ഉത്തരം. മാ എന്നുള്ളതാണ് ഉത്തരം. അപ്പൊ മാ നസറ അല്ലെങ്കിൽ മാ കത്തബ, മാ ജലസ, മാ നളറ, ഇതൊക്കെ എന്താണ്? നോക്കിയിട്ടില്ല, ഇരുന്നിട്ടില്ല. മാ കാമ, നിന്നിട്ടില്ല. അപ്പൊ ഈ മാ എന്നുള്ളതാണ് മൻഫി മാദിയില്. അപ്പൊ ഇതിനെ മുസ്ബത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാ ഒഴിവാക്കി കൊടുക്കണം. മുസ്ബത്തിനെ ഇപ്പൊ നസറ എന്നതിനെ മൻഫി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാ വെച്ച് കൊടുക്കണം. ഇത്രേ അതിലുള്ളൂ. ഈ പാഠത്തിൽ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇനി മുദാരിയിലാണെങ്കിലോ യൻസുറു സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു. അതിനെ മുദാരിയിലെ നഫിയാക്കൽ എങ്ങനെ? അതിന് നെഗറ്റീവ് ആക്കൽ എങ്ങനെ? ലാ യൻസുറു, സഹായിക്കുകയില്ല അല്ലെങ്കിൽ സഹായിക്കുന്നില്ല. ലാ യജ്ലിസു, ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ഇരിക്കുകയില്ല. അപ്പൊ ലാ യജ്ലിസു എന്നതിനെ മുസ്ബത്താക്കൽ എങ്ങനെ? ലാ ഒഴിവാക്കി കൊടുക്കാം. അപ്പൊ മുലാരിയില് നഫീന്റെ അടയാളം ഏതാണ്? ലാ എന്നുള്ളതാണ്. അപ്പൊ ലാ യദ്രിബു, ലാ യൻസുറു, ലാ യഫ്തഹു, ലാ യക്തുബു, ഇതൊക്കെ മൻഫിയാണ്. ലാ എന്നുള്ളത് മാ ചേർന്നാലും മൻഫിയാണ്. അപ്പൊ ഇതിനെ ലാ അല്ലെങ്കിൽ മാ ഇത് ഒഴിവാക്കിയാൽ മുസ്ബത്താകും. ഈ മുസ്ബത്തായ ഒന്നിൽ മാ ചേർത്ത് കൊടുത്താൽ, മാദിയിൽ മാ ചേർത്ത് കൊടുത്താൽ അല്ലെങ്കിൽ മുലായിൽ ലാ ചേർത്ത് കൊടുത്താൽ ആ ഫീൽ എന്തായിട്ട് മാറും? മൻഫി ആയിട്ട് മാറും. ഇതേ ഈ പാഠത്തിൽ പറയുന്നുള്ളൂ. അപ്പൊ ഇനി ഏത് ഫീൽ വന്നാലും ഇതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ പാഠത്തിൽ പറയുന്ന വിഷയം 4ഉം 5ഉം കൂടി ഉൾപ്പെടുത്താണ്. നാല് പാഠേ പരീക്ഷക്കുള്ളൂ. 5ഉം കൂടി പറഞ്ഞാൽ അത് വളരെ സിമ്പിളായി. നമുക്ക് അടുത്ത പാഠം കൂടി വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പാഠത്തിൽ പറയുന്നത് ജുംലത്തുൻ ഫിഅലിയ, ഫിഅലിയായ ജുംല എന്താന്നുള്ളതാണ്. ഫിഅലിയായ ജുംല, ഒരു സെന്റൻസ്, ഒരു വാക്കുണ്ടല്ലോ. ഞാൻ ചായ കുടിച്ചു. അപ്പൊ എങ്ങനെ പറയാ? ശരിബ്തു ചായ, ചായ ഞാൻ കുടിച്ചു എന്നുള്ളതാണ് ശരിബ്തു ചായ. അപ്പൊ ഇതിന്റെ തുടക്കത്തിലുള്ള പദം ഏതാന്ന് നോക്കിയാൽ മതി. ശരിബ എന്നുള്ളതാണ്. ശരിബ്തു അല്ലേ? ശരിബ എന്നുള്ളത് എന്താണ്? ഒരു ഫിഅലാണ്. ഫിഅൽ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ ആ പദത്തിന് ജുംലത്തുൻ ഫിഅലിയ എന്ന് പറയും. നേരെ മറിച്ച് ഇസ്മു കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ, ഉദാഹരണത്തിന് അല്ലാഹു ഗഫൂറുൻ, അത് ഞാൻ അടുത്ത പാഠത്തിലേ വരുന്നുള്ളൂ. ഏത് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനില്ല എങ്കിലും അടുത്ത പാഠത്തിൽ വരുന്ന സംഗതി ആയതുകൊണ്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അല്ലാഹു ഗഫൂറുൻ. അപ്പൊ ഇവിടെ തുടക്കത്തിൽ അല്ലാഹു എന്ന പദമാണ്. അപ്പൊ ഈ അല്ലാഹു എന്ന പദമായതുകൊണ്ട് ഇതെന്താണ്? അല്ലാഹു എന്നുള്ള ഒരു ഇസ്മാണ്, ഒരു പേരാണ്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര്, ഏതെങ്കിലും സംഗതിയുടെ ഒരു പേര്. ഇപ്പൊ രാത്രിക്ക് പറയുന്ന പേരാണ് ലൈല് എന്ന് പറയും. അപ്പൊ ലൈല് എന്നുള്ള എന്താണ്? രാത്രിയാണ്. അപ്പൊ ഒരു ഇസ്മാണ്. പകലിന് നഹാർ എന്ന് പറയും. അപ്പൊ ഇതൊരു ഇസ്മാണ്. ടേബിളിന് എന്താ? കോവിലത്ത് എന്ന് പറയും. അതൊരു ഇസ്മാണ്. മനുഷ്യന്മാരുടെ പേരാകണമെങ്കിൽ ഏത് സംഗതിയുടെ പേരാണെങ്കിലും ഇപ്പൊ എഴുതുന്ന ആളെ സംബന്ധിച്ച് എഴുതി എന്ന് പറയുകയാണെങ്കിൽ കത്തബ എന്ന് പറയും. നേരെ മറിച്ച് എഴുതുന്നവൻ കാത്തിബുൻ ആയി. അപ്പൊ എഴുതുന്നവൻ ആയി മാറി. അപ്പൊ അതൊരു ഇസ്മായി മാറി. അപ്പൊ ഇങ്ങനെയാണ് ഇസ്മും ഫിഅലും മനസ്സിലാക്കൽ. അപ്പൊ തുടക്കത്തിൽ ഫിഅലാണെങ്കിൽ ആ പദം ജുംലത്തുൻ ഫിഅലിയയാണ്. അപ്പൊ ഞാൻ വേർതിരിക്കാൻ പറയുമ്പോൾ ആ തുടക്കത്തിലുള്ള പദം ഏതാണ്? അത് ഇസ്മാണോ ഫിഅലാണോ നോക്കണം. നസറ, ജലസ, യദ്രിബു, യൻസുറു, മുദാരിയാകട്ടെ മാദിയാകട്ടെ ഏതായാലും മടില്ല. തുടക്കത്തിൽ ഇനി മാനസറായാലും ലാ യദ്രിബായാലും ഒക്കത്തിൽ തുടക്കത്തിൽ ഒരു ഫിഅലാണെങ്കിൽ അതിന്റെ പേരാണ് ജുംലത്തുൻ ഫിഅലിയ. അപ്പൊ അത് മനസ്സിലായോ? ഉദാഹരണം നോക്കി. നസറ മുഹമ്മദുൻ ഫഖീറൻ, നസറ മുഹമ്മദുൻ ഫഖീറൻ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഏത് കൊടുക്കാം? അപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പറഞ്ഞല്ലോ. നസറ മുഹമ്മദുൻ ഫഖീറൻ, മുഹമ്മദ് ഫഖീറിനെ സഹായിച്ചു. ഇവിടെ തുടക്കം ഏതാണ്? നസറ എന്നുള്ളതാണ്. സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? സഹായിച്ചു എന്നുള്ളത് കഴിഞ്ഞ പാസ്റ്റ് ആയ ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഇതെന്താണ്? പ്രവർത്തനമാണ് ജുംലത്തുൻ ഫിഅലിയ. ഖതലൽ വലദു ഹയ്യത അൽ ഹയ്യത,
കുട്ടി പാമ്പിനെ കൊന്നു, ഖതല എന്നുള്ളത് കൊന്നു, കൊല്ലുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ജുംലത്തുൻ ഫിഅലിയ. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി, കുട്ടി പള്ളിയിലേക്ക് പോകും അല്ലെങ്കിൽ പോകുന്നു, ഇതെന്താണ്? ഒരു പ്രവർത്തനമാണ്, ജുംലത്തുൻ ഫിഅലിയ. യദുറുസു റഷീദുൻ ദുറൂസഹു, റഷീദ് തൻ്റെ പാഠം പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്നു, പഠിക്കുക എന്നുള്ളത് എന്താണ്? ഒരു പ്രവർത്തനമാണ്, ജുംലത്തുൻ ഫിഅലിയ. ഇനി താഴെ നോക്കി, അള്ളാഹു, അടുത്ത പാഠത്തിലേക്കുള്ള ഒരു ഇതാണ്. അള്ളാഹു ഗഫൂറുൻ, അള്ളാഹു എന്നുള്ളത് തുടക്കം ഒരു ഇസ്മാണ്, ഒരു പേരാണ്. അതെന്താണ്? ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയും. അത് പറഞ്ഞ അൽ മദ്രസത്തു കബീർ, വേറെ അതാണ് വേറെ കളറിട്ട് കൊടുത്തിട്ടുള്ളത്. അൽ മദ്രസത്തു കബീറത്തുൻ, മദ്രസ വലുതാണ്, മദ്രസ വലുതാണ്. അപ്പൊ ഇവിടെ എന്താണ്? മദ്രസ എന്നുള്ള ഇസ്മാണ്. അപ്പൊ അതുകൊണ്ട് അൽ മദ്രസത്തു കബീറത്തുൻ, മദ്രസ എന്നുള്ളത് എന്താണ്? ഒരു ഇസ്മ ആയതുകൊണ്ട് ഇത് ജുംലത്തുൻ ഇസ്മിയയാണ്. അൽ കാബത്തു ഫി മക്കത്ത, മക്കയിലാണ് കാബയുള്ളത്, കാബ എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ ജുംലത്തുൻ ഇസ്മിയ. ഇതാണ് ഇപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗങ്ങൾ. ഇത് വളരെ സിമ്പിളാക്കി മനസ്സിലാക്കിയാൽ വളരെ ഉത്തരം എഴുതാൻ വളരെ സിമ്പിളാണ്. ഇനിയുള്ളത് ആ പാഠഭാഗത്തിലെ ഓരോ അർത്ഥങ്ങളൊക്കെ നോക്കുക, അതിൻ്റെ അറബിയാക്കാനൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പരീക്ഷയ്ക്ക് പോകുക വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ട് എഴുതാൻ നമുക്ക് സാധിക്കും. ഒരു ചോദ്യപേപ്പർ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഇൻഷാ അല്ലാഹ്. ഇതിലെ നൂസിൽ ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാനുള്ളതാണ്. അത് നമുക്കൊക്കെ അറിയാം, എല്ലാ ചോദ്യത്തിലും മിക്കവാറും അങ്ങനെ തന്നെ വരിക. ഇതിലുള്ള 3 ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഹദീസ് വന്നാൽ അത് അതിനെന്താ മാറ്റാൻ പാടില്ല. അത് അതിലുള്ളത് പോലെ തന്നെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഡാഷ് അല്ലാഹു യൗമുൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബത്തറ, അഹങ്കരിച്ചുകൊണ്ട് തുണി വലിച്ചേക്കുന്നവനിലേക്ക് അല്ലാഹു തആല നോക്കുകയില്ല, കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല ഖിയാമത്ത് നാളിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏതാണ്? ലാ യൻദുറുല്ലാഹു എന്നുള്ളതാണ് അല്ലേ. പിന്നെ ഡാഷ് അൽ ജന്നത്ത ഖാതിഉൻ, സ്വർഗത്തിൽ കുടുംബബന്ധം മുറിച്ചവൻ എന്ത് ചെയ്യൂല? പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുലു, പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ 3ാമത്തും ഹദീസാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, പാടൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടച്ച് ഉണ്ടാകണം. സ്ഥിരമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഹദീസ് എന്താണ്? ഡാഷ് അഹദുക്കും, നിങ്ങളിൽ ഒരാൾ അല്ലേ, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് നിങ്ങളെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ മുഅ്മിനാവുകയില്ല. അതെന്താണ്? ലാ യുഅ്മിനു അല്ലേ. ആ ഹദീസ് അങ്ങനെ തന്നെ കൊടുക്കുക. ഇനി അടുത്ത് നോക്കി, ഡാഷ് അത്വാലിബാത്തു കുല്ലുഹുന്ന ഇല്ലാ റബീഅ, അത്വാലിബാത്ത്, ത്വാലിബൂന എന്നല്ല പറഞ്ഞത്, ത്വാലിബാത്ത്, ത്വാലിബുൻ ത്വാലിബാനി ത്വാലിബൂന, ത്വാലിബത്തുൻ ത്വാലിബത്താനി ത്വാലിബാത്ത്. ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, ത്വാലിബത്തുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനി, ത്വാലിബത്താനി 2 വിദ്യാർത്ഥിനി, ത്വാലിബാത്ത് കുറേ വിദ്യാർത്ഥിനികൾ. അപ്പോൾ ത്വാലിബാത്ത് ദാരിസാത്ത് വിദ്യാർത്ഥിനികൾ. അപ്പോൾ ത്വാലിബാത്ത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളാണ്. കുല്ലുഹുന്ന അവരെല്ലാവരും, ഇല്ല റബിയ, റബിയ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്തു? എന്ത് ചെയ്യണം? മാ ഹലറ എന്ന് പറ്റുമോ? ഹാലിറായിട്ടില്ല. ഹലറ എന്നുള്ള എന്താണ്? ഹലറ ഹലറ ഹലറു, അല്ലെങ്കിൽ മാ ഹലറ മാ ഹലറ മാ ഹലറു മാ ഹലറത്ത് മാ ഹലറത്ത മാ ഹലർന. ഇവിടെ ഓർഡർ ഉണ്ടല്ലോ, ഫാല ഫാല ഫാലു, മുഴുവൻ എന്താണ്? ആണുങ്ങളെ കുറിച്ചാണ് പറയുന്നത്, പിന്നെയാണ് പെണ്ണിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ത്വാലിബാത്ത് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അത് മാ ഹലറ പറ്റൂല. അപ്പോൾ ജാഅത്ത് അല്ലേ, ജാഅത്ത് പെണ്ണ്, അവൾ വന്നു. ആരാണത്? ജാഅത്തി ത്വാലിബാത്തു, ശരിയാവും അല്ലേ. വിദ്യാർത്ഥിനികൾ വന്നു. കുല്ലുഹുന്ന അവരെല്ലാവരും, ഇല്ല റബിയ, റബി ഒഴികെ ബാക്കിയുള്ള എല്ലാവരും എന്ത് ചെയ്തു? വന്നു എന്ന് പറയാണ്. അപ്പോൾ ആണാണെങ്കിൽ ആണിൻ്റെതാണ് കൊടുക്കേണ്ടത്, പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെതാണ് കൊടുക്കേണ്ടത്. ഫേല് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? ഫാല ഫാല ഫാലു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഫാല ഫാല ഫാലു, ഫാലത്ത് ഫാലത്ത ഫാൽന. ആദ്യത്തെ 3 ആണ്, പിന്നത്തെ 3 പെണ്ണ്. പിന്നെയുള്ള ഫാൽത്ത ഫാൽത്തുമാ ഫാൽത്തും ഇതാണാണ്. ഫാൽത്തി ഫാൽത്തുമാ ഫാൽത്തുന്ന ഇത് പെണ്ണാണ്. ഫാൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ, ഫാൽന പറഞ്ഞാൽ ഞങ്ങൾ, ഫാൽത്തു പറഞ്ഞാൽ അതിന് ആണും പെണ്ണും വരും. കാരണം ഞാൻ ആരൊക്കെ പറയുന്നു അവരൊക്കെ ഫാൽത്തു എന്നാണ് പറയേണ്ടത്. ആണായാലും പെണ്ണായാലും ഫാൽത്തു. ഫാൽന പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും, ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ഫാൽന എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ത്വാലിബാത്തു എന്നുള്ള വിദ്യാർത്ഥിനിയാണ്. ഇനി ഡാഷ്
ഡാഷ് ബാസിമുൻ, ബാസിം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണല്ലോ. അപ്പോൾ ഡാഷ് ബാസിമുൻ, ബാസിമെ അൽ യൗമ ഇന്ന്, ഫിസ്സൊഫി ക്ലാസ്സിൽ ഇന്ന് ബാസിമ എന്ത് ചെയ്തിട്ടില്ല, എന്ത് ചെയ്തിട്ടില്ല. അതിന് യോജിച്ചവ ഏതാണ് മേലുള്ളത് നോക്കി. മാ ഹദറ, ഹാദിറായിട്ടില്ല. മാ ഹദറത്ത് എന്നാണെങ്കിൽ പറ്റൂല, മാ ഹദറ ആയതുകൊണ്ട് പറ്റും. കാരണം അതാണ് ഇവിടെ ബാസിമ ഒരാളുള്ളൂ. മാ ഹദറ, മാ ഹദറ എന്ന് പറഞ്ഞാൽ രണ്ടാളായി. മാ ഹദറു അല്ലേ. അപ്പം മാ ഹദറ ബാസിമുൻ അൽ യൗമ ഫിസ്സൊഫി. നോക്കണം. ഇനി അടുത്തത് പിന്നെ ഡാഷ് ഫിസ്സഫീനത്തി, കപ്പലിൽ, കപ്പലിൽ എന്ത് ചെയ്തു, ഞാൻ എന്താ വേണ്ടത്, മാ ഹദറ ഫിൽ, പിന്നെ മാ ഹദറ ഫിസ്സഫീനത്തി, കപ്പലിൽ. ഇനി അവിടെ ബാക്കിയുള്ളത് ഏത് മാത്രമേ ഉള്ളൂ, മാ റക്കിബ്തു, ഞാൻ കയറിയിട്ടില്ല. റക്കിബ എന്ന് പറഞ്ഞാൽ കയറി, റക്കിബ്തു പറഞ്ഞാൽ ഞാൻ കയറി, മാ റക്കിബ്തു ഞാൻ കയറിയിട്ടില്ല. മാ ഹദറ ഹാദിർ, പിന്നെ ഹദറ ഹാദിറായി, മാ ഹദറ ഹാദിറായിട്ടില്ല. മനസ്സിലാവുണ്ടോ? യുഅ്മിനു മുഅ്മിനാവും അല്ലേ, ലാ യുഅ്മിനു മുഅ്മിനാവുകയില്ല. ഇതൊക്കെ എന്താണ്, ഒന്ന് മുസ്ബത്താണ്, ഒന്ന് മൻഫിയാണ്. മുസ്ബത്ത് നമ്മൾ പറഞ്ഞല്ലോ, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സംഭവിച്ചത്, മൻഫി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി സംഭവിക്കാത്തത്. അപ്പോൾ മാദിയിൽ മാ അല്ലേ, പിന്നെ മുളാരിയിൽ ലാ ചേരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഓരോന്ന് നോക്കിയിട്ട് അതിന് യോജിച്ചവ ഏതാണോ വേണ്ടതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത നുക്കമ്മിൽ പൂർത്തിയാക്കാനുള്ളതാണ്. ജലസ, അതിന് മുളാരി എഴുതിയിട്ടുണ്ട് യജ്ലിസു. അതിന് മൻഫി അല്ലേ, ഏത് മാലിന്റെ മൻഫി ഏതാ, മാ ജലസ വരും. മാലിയുടേത് മൻഫിയാക്കൽ ഇങ്ങനെ അതിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചല്ലോ, മാലിയുടെ തുടക്കത്തിൽ മാ ചേർക്കുക, യജ്ലിസു എന്നതിന്റെ തുടക്കത്തിൽ ലാ ചേർക്കുക, മുളാരി ആയതുകൊണ്ട് ലാ യജ്ലിസു, മാ ജലസ. ഇനി അടുത്ത് നോക്കണം, ജലസ എന്നാണുള്ളത്. അപ്പൊ രണ്ടാമത്താണ് ജലസ, ജലസ രണ്ടാമത്തതാണ്. അപ്പോൾ ഇനി അതിന് മുളാരി ആക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, യജ്ലിസു യജ്ലിസാനി, യജ്ലിസാനി എന്ന് എഴുതി കൊടുക്കണം. കാരണം ഇവിടെ രണ്ടാമത്താണ്. ജലസ എന്നതിൻ്റെ മുളാരിയാണ്. അപ്പോൾ യജ്ലിസാനി. ഈ ജലസു എന്നാണെങ്കിലോ യജ്ലിസൂന എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അതിനെങ്ങനെ, ജലസ എന്നതിന് യജ്ലിസാനി, അതിന് മാലി എങ്ങനെ വരിക, ജലസ എന്നതിന് തുടക്കത്തിൽ എന്ത് ചെയ്യാം, മാ ചേർത്ത് കൊടുത്താൽ മാത്രം മതി, മാ ജലസ. യജ്ലിസാനി എന്നതിന്റെ തുടക്കത്തിൽ ലാ ചേർത്ത് കൊടുക്കുക, അപ്പൊ ലാ യജ്ലിസാനി നൈ. ഇനി ജലസ്ന, ജലസ്ന എന്നതിന്റെ മുളാരി എങ്ങനെ വരിക, യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന, യജ്ലിസ്ന. നമ്മളിങ്ങനെ സർഫാക്കി നോക്കിയാൽ മതി, അപ്പോൾ ഓരോന്ന് നമുക്ക് കിട്ടും. ജലസ്ന യജ്ലിസ്ന. ഇനി അതിനെന്ത് ചെയ്യുന്ന, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിമ്പിളാണ്, മാ ചേർത്ത് കൊടുക്കുക, മാ ജലസ്ന ലാ യജ്ലിസ്ന. ജലസ്ന, ജലസ്ന എന്ന് പറഞ്ഞതാ, ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന ജലസ്ന. അത് പിന്നെ നീട്ടാനില്ലാത്ത നൂനാണ്, ജലസ്ന. ഇവിടെ ഉള്ളത് ജലസ്ന എന്നുള്ളതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ജലസ്ന. അപ്പോൾ ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന, ജലസ്ത ജലസ്തുമാ ജലസ്തും, ജലസ്തി ജലസ്തുമാ ജലസ്തുന്ന, ജലസ്തു ഞാൻ ഇരുന്നു, ജലസ്ന ഞങ്ങളിരുന്നു. അപ്പൊ ഇനി മുളാരി സർഫാക്കണം. ജലസ എന്നതിന്റെ മുളാരി എന്താ, യജ്ലിസു യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന, തജ്ലിസു തജ്ലിസാനി തജ്ലിസൂന, തജ്ലിസീന തജ്ലിസാനി തജ്ലിസ്ന, അജ്ലിസു നജ്ലിസു, നജ്ലിസു ലാസ്റ്റത്താണ് ഏത്, ജലസ്ന എന്നുള്ളത്. അപ്പൊ നജ്ലിസു എങ്ങനെ, നജ്ലിസു. അപ്പൊ ഇനി എന്ത് ചെയ്താമേ, മാ ജലസ്ന ലാ നജ്ലിസ്ന, ലാ നജ്ലിസ്ന അല്ലേ, പിന്നെ യജ്ലിസു യജ്ലിസാനി യജ്ലിസൂന, തജ്ലിസു തജ്ലിസാനി യജ്ലിസ്ന, തജ്ലിസു എന്റെ കൂടെ ഒന്ന് സർഫാക്ക, തജ്ലിസു തജ്ലിസാനി തജ്ലിസൂന, തജ്ലിസീന തജ്ലിസാനി തജ്ലിസ്ന, അജ്ലിസു നജ്ലിസു. എന്താണ്, നജ്ലിസു, അജ്ലിസു നജ്ലിസു. അപ്പൊ എന്താ ചെയ്യാ, ലാ ചേർത്ത് കൊടുക്കുക, ലാ നജ്ലിസു, ലാ നജ്ലിസു. മനസ്സിലാകുന്നുണ്ടോ ഓരോന്ന് ഏതെന്റെ രൂപം? അപ്പോൾ സർഫാക്കാനുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. ഏത്, ഫഅല ഫഅല ഫഅലു ഫഅലത്ത് ഫഅലത ഫഅൽന, ഈ മോഡലിലാണ് ഇനി ഏത് വന്നാലും വരിക. കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന. ഞാൻ മാ ചേർത്താലോ, മാ കത്തബ മാ കത്തബ മാ കത്തബു മാ കത്തബത്ത് മാ കത്തബത്ത മാ കത്തബിന, മാനസറ മാനസറ മാനസറു മാനസറത്ത് മാനസറത്ത മാനസർന. നസറ എന്നതിനെ മുളാരിയാക്കുകയാണെങ്കിൽ യൻസുറു യൻസുറു യൻസുറാനി യൻസുറൂന, തൻസുറു തൻസുറാനി യൻസുർന.
മൻഫിയാക്കാണെങ്കിൽ ലാ യൻസുറു ലാ യൻസുറാനി ലാ യൻസുറുന ലാ തൻസുറു ലാ തൻസുറാനി ലാ യൻസുർന. മനസ്സിലായില്ലേ? അപ്പൊ ഇതിങ്ങനെ ആ സർഫാക്കാനുള്ള നമ്മൾ എങ്ങനെയായാലും പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നക്തുബുൽ മജ്ഹൂല ലിൽ അഫ്ആലിൽ ആതിയ, താഴെയുള്ളതിൻ്റെ എന്ത് ചെയ്യുക, മജ്ഹൂൽ ഇതാന്നുള്ളതാണ്. അപ്പോൾ ഈ നീട്ടാനുള്ളത് നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം. നീട്ടാനുള്ളതുണ്ടല്ലോ, കത്തബ എന്നുള്ളത് നീട്ടിയിട്ടില്ല. ഇവിടെ ഫസ്റ്റ് ഏതാ, ഗാല. ഗാല എന്നുള്ളതിൻ്റെ മജ്ഹൂൽ എന്താണ്, ഗീല എന്നുള്ളതാണ്. യഹ്ളുറു മാലിയെ പിന്നെ മജൂലാക്കേണ്ട രൂപം പറഞ്ഞു. തുടക്കത്തിൽ ലൊമ്മ കൊടുക്കുകയും അവസാനത്തെ മുമ്പിൽ കെസർ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യഹ്ലുറു എന്നുള്ള മുലാരിയാണ്. അപ്പം എന്ത് ചെയ്യുക, അതിൻ്റെ അവസാനത്തെ മുമ്പിൽ ഫത്ത് കൊടുത്താൽ മതി, ആദ്യത്തിന് ലൊമ്മ കൊടുക്കുക. രണ്ടായാലും ആദ്യത്തിന് ലൊമ്മ കൊടുക്കലാണ് മജൂല് ചെയ്യുക. അപ്പം യു നാക്കി ഇവിടെ എന്താണ്, മുലാരി ആയതുകൊണ്ട് അവസാനത്തെ മുമ്പിൽ ഫത്ത് ആണ് കൊടുക്കേണ്ടത്. യുഹ്ലറു യുഹ്ലറു. യഗ്ഫിറു എന്നത് മുലാരിയാണ്. അപ്പം എന്ത് ചെയ്യണം, യുഗ്ഫറു. മസ്സ, അതുപോലെ തന്നെ മസ്സയുടെ മജൂലാണ് എന്ത്, മുസ്സ എന്ന് പറയും. നീട്ടാനുള്ളതും ഈ ശബ്ദമുള്ളതൊക്കെ എന്ത് നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. മുസ്സ. മാലിയാണല്ലോ, മാലിയിൽ എന്താ ചെയ്യുക, ആയത്തിന് ലൊമ്മ കൊടുക്കുകയും അവസാനത്തെ മുകളിൽ കെസർ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ യഖൂലു, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കാലന്റെ മുലാരിയാണ് യഖൂലു, നീട്ടാനുള്ളതാണ്. അപ്പൊ യു കാലു യുക്കാലു എന്ന് പറയാം. കാലയുടേത് യുക്കാലു, നോട്ട് ചെയ്യേണ്ടതാണ്. യുക്കാലു ഒരു നോട്ടിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ മതി. ഇപ്പം ഈ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എഴുതി വെച്ച് നാളെ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്ന് എഴുതി വെച്ചാൽ മതി, ഒന്ന് എഴുതിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫറജ എന്നതിന് എന്താണ്, അതിന് ആയത്തിന് ലൊമ്പ് കൊടുക്കുകയും അവസാനത്തെ മുമ്പിൽ ഗസർ കൊടുക്കുക. ഗസർ ഏതാണ്, റാ ആണ്. റാഇന് എന്ത് ചെയ്യണം, ഗസർ കൊടുക്കണം. ഫുരിജ. അപ്പം ഇതാണിത്. ഇനി അടുത്തത് പിന്നെ നുതർജിമു, അതിൻ്റെ മലയാളം എഴുതാനുള്ളതാണ്, പരിഭാഷപ്പെടുത്താനുള്ളതാണ്. സറഖൽ ലിസ്സു അദ്ദഹബ. സറഖൽ ലിസ്സു അദ്ദഹബ. ഇതെന്താണ്, ഈ ഫീൽ ഇപ്പം എന്താണ്, നമ്മൾ ഈ ഫീൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, ഇത് മഅറൂഫാണ്. കാരണം എന്താണ്, ഇതിനർത്ഥം എന്താ, സറക്ക മാലിയായ ഫീലാണ്, മാ ഇല്ല. അപ്പം ഇത് പിന്നെ മഅറൂഫാണ്. പിന്നെ ഇത് എന്താണ്, മുസ്ബത്താണ്. ഞാൻ മൻഫിയാക്കൽ എങ്ങനെ, മാ ചേർക്കുക, മാ സറക്ക അല്ലേ, മോഷ്ടിച്ചിട്ടില്ല. സറക്ക മോഷ്ടിച്ചു, അല്ലിസു കള്ളൻ മോഷ്ടിച്ചു, അദ്ദഹബ സ്വർണം, സ്വർണം കള്ളൻ മോഷ്ടിച്ചു. അപ്പൊ ഇത് മഅറൂഫായ ഫീലാണ്. പിന്നെ എന്താണ്, എന്താണ്, മുസ്ബത്തായ ഫീലാണ്. മൻഫിയാക്കൽ എങ്ങനെ, ഇനി ഈ പദത്തെ മൻഫിയാക്കൽ എങ്ങനെ, ഈ സെന്റൻസിനെ പണിയൊന്നുമില്ല, അതിന് കൂടെ മാ ചേർത്ത് കൊടുത്താൽ മതി. മാ സറഖൽ ലിസ്സു അദ്ദഹബ, സ്വർണം കള്ളൻ മോഷ്ടിച്ചിട്ടില്ല. സറഖൽ ലിസ്സു അദ്ദഹബ, സ്വർണം കള്ളൻ മോഷ്ടിച്ചു. ഇനി ഖുരിഅദ് ദർസു. ഖുരിഅദ് ദർസു ഇതെന്താണ്, മജൂലാണ്, മജൂലായ ഫീലാണ്. അപ്പം എന്ത് ചെയ്യണം, ഇതിനർത്ഥം എഴുതാനാണ്. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യണം, നമുക്ക് എഴുതാൻ കിട്ടണം. അതിനാപ്പം ഈ പറയുന്നത്. അപ്പോൾ ഖുരിഅദ് ദർസു, പാഠം വായിക്കപ്പെട്ടു, പാഠം വായിക്കപ്പെട്ടു. ഇനി എന്ത് ചെയ്താമേ, അതിനെ മഅറൂഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്താമേ, ഒരാളെ കൊടുക്കുക, അതിനെ മജൂലാക്കുക, പിന്നെ മജൂലിനെ മഅറൂഫാക്കി കൊടുക്കുക. ഖുരിഅ എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യുക, സാധാരണ പോലെ ഖറഅ എന്നാക്കുക. ഖറഅ മുഹമ്മദുൻ അദ്ദർസ, ഖറഅ സയ്യിദുൻ അദ്ദർസ, ഖറഅദ് ദാരിസു അദ്ദർസ, ഖറഅത് ത്വാലിബു, ഖറഅൽ വാലിദു, പിന്നെ ഖറഅൽ വലദു അദ്ദർസ, ഖറഅത് ത്വാലിബു അദ്ദർസ. ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. ഇനി പിന്നെ ഖറഅൽ വലദു അദ്ദർസ എന്നതിനെ മജൂലാക്കൽ എങ്ങനെ, ഖുരിഅദ് ദർസു പറഞ്ഞല്ലോ. ഇനി ലറബ റജുലു ഖിത്തൻ. ലറബ എന്ന അർത്ഥം അടിച്ചു. ആര്, ഒരാൾ, ഒരു പുരുഷൻ അടിച്ചു. ഖിത്തൻ പൂച്ചയെ അടിച്ചു, പൂച്ചയെ അടിച്ചു. ഇതിനർത്ഥം എന്താ, ഒരാൾ പൂച്ചയെ അടിച്ചു, ഒരാൾ പൂച്ചയെ അടിച്ചു. ഖുരിഅദ് ദർസു എന്നുള്ള എന്താണ്, പാഠം വായിക്കപ്പെട്ടു. ഇതൊക്കെ എന്താ അങ്ങോട്ട് തിരിച്ചു മറിച്ചൊക്കെ വരുന്ന എന്തിനാ വെച്ചാൽ ചിലപ്പോൾ എങ്ങനെ ചോദ്യം എങ്ങനെ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം എങ്ങനെ വന്നാലും നമുക്ക് എഴുതാൻ കിട്ടണം. എന്നാണ് ഇപ്പോൾ ഈ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഇനി ഇതിനെ മജൂലാക്കാൻ എങ്ങനെ, ലറബർ റജുലു ഖിത്തൻ എന്ന് ലറബ എന്നതിനെ മജൂലാക്കണം. ആയത്തിന് ലൊമ്പ് കൊടുക്കുകയും അവസാനത്തെ മുമ്പിൽ ഗസർ കൊടുക്കുക. ലൊരിബ മാലിയായ ഫീലാണല്ലോ. ലൊരിബ, ലൊരിബ ഖിത്തൻ എന്നാണ്. എന്ത് ചെയ്യണം, അതിനെ ഫായിലിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, റജുലു എന്നതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, റജുലിനെ ഒഴിവാക്കുന്നു. മജൂൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫായിലിനെ പറയാത്തത്. ഇവിടെ ആരാ അടിച്ചത്, പുരുഷനാണ്, പുരുഷനെ ഒഴിവാക്കുക. അപ്പോൾ പൂച്ച അടിക്കപ്പെട്ടു, പൂച്ചയെ ആരാ അടിച്ചിട്ടുണ്ട്, പൂച്ചയെ ആരെയോ അടിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക,
ലുരിബ ഖിത്തുൻ, ലുരിബ ഖിത്തുൻ, പൂച്ചയെ അടിക്കപ്പെട്ടു. മനസ്സിലാവും എന്താ? അപ്പൊ ഞാൻ ലുരിബ ഖിത്തുൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു മജൂലായ ഫീലാണ്, പൂച്ചയെ അടിക്കപ്പെട്ടു. ഇതിനെ മാറൂഫാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലുരിബ എന്നതിനെ ലറബ എന്നാക്കി കൊടുക്കുക. ലറബ എന്ത് ചെയ്യണം? ലറബ റജുലു ഖിത്തൻ, അല്ലെങ്കിൽ ഒരാളെ പേര് വെച്ചാൽ ലറബ പിന്നെ സയ്യിദുൻ ഖിത്തൻ, ലറബ സയ്യിദുൻ ഖിത്തൻ, സയ്യിദ് എന്ത് ചെയ്തു? പൂച്ചനെ അടിച്ചു. ഞാനാണെങ്കിൽ എന്ത് ചെയ്യാ? ലറബ ബഷീറുൻ ഖിത്തൻ, ബഷീർ എന്ത് ചെയ്തു? ഖിത്തയെ അടിച്ചു. അപ്പൊ അത് മനസ്സിലായി. ഹൽ ദഹബത്ത, ഹൽ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടോ? ഹൽ ദഹബത്ത, നീ പോയിട്ടുണ്ടോ? ഇലൽ മുസ്തഷ്ഫ, നീ ഹോസ്പിറ്റലിലേക്ക്, ആശുപത്രിയിലേക്ക് നീ പോയിട്ടുണ്ടോ? അപ്പൊ ഹൽ എന്താ ചോദ്യമാണ്. ഞാൻ ഹല്ലില്ലെങ്കിലോ ദഹബത്ത ഇലൽ മുസ്തഷ്ഫ, നീ ഹോസ്പിറ്റലിലേക്ക് പോയി അല്ലേ? ദഹബത്ത ഇലൽ മുസ്തഷ്ഫ. അപ്പോ ഇവിടെ എന്താണ്? ഹൽ ദഹബത്ത ഇൽ മുസ്തഷ്ഫ, മുസ്തഷ്ഫയിലേക്ക് നീ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി അടുത്തത് നുഅരിബു, അറബിയാക്കാനുള്ളതാണ്. പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല. പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല. കുളിക്കുക എന്നുള്ളത് എന്താണ്? ഗസല, ഞാൻ കുളിച്ചു എന്ന് എങ്ങനെ പറയാം? ഗസല, ഗസല, ഗസലു, ഗസലത്ത്, ഗസലത്ത, ഗസൽന, ഗസൽത്ത, ഗസൽത്തുമ, ഗസൽത്തും, ഗസൽത്തി, ഗസൽത്തുമ, ഗസൽത്തുന്ന, ഗസൽത്തു, ഞാൻ കുളിച്ചു, ഗസൽന, ഞങ്ങൾ കുളിച്ചു. അപ്പൊ ഇവിടെ ഞാൻ കുളിച്ചു എന്നാണ്. അപ്പൊ ഗസൽത്തു, ഞാൻ കുളിച്ചു. ഇവിടെ എന്താ പറഞ്ഞത്? കുളിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുളിച്ചില്ല എന്ന് എങ്ങനെ പറയാം? ഗസൽത്തു എന്നതിനെന്താ? മാദിയായ ഫീലാണ്. അതിന്റെ മൻഫി ആക്കണമെങ്കിൽ, നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്റെ കൂടെ എന്ത് ചെയ്യാം? മാ ചേർത്ത് കൊടുക്കുക. അപ്പൊ മാ ഗസൽത്തു, ഞാൻ കുളിച്ചില്ല എന്ന്. ഇന്ന് മാ ഗസൽതുൽ യൗമ, ഇന്ന് ഞാൻ കുളിച്ചില്ല. എന്തേ കാരണം? പനി കാരണമാണ്. പനി കാരണമായിട്ടാണ് ഇന്ന് കുളിക്കാത്തത്. അപ്പൊ മാ ഗസൽതുൽ യൗമ ബിസബബിൽ ഹുമ്മ, ഹുമ്മ എന്ന് പറഞ്ഞ പനി, സബബ് പറഞ്ഞ കാരണം. അപ്പൊ ബി എന്ന് പറഞ്ഞ കൊണ്ട് അല്ലേ? പനി കാരണം ഞാൻ ഇന്ന് കുളിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല അല്ലേ? നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല. അപ്പൊ എങ്ങനെ? ഖറഅ എന്നുള്ളതാണ് വായിച്ചു. നിങ്ങൾ എന്ന് പറഞ്ഞ എങ്ങനെ? ഖറഅ, ഖറഅ, ഖറഉ. ഖറഅ അവൻ വായിച്ചു, ഖറഅ അവർ രണ്ടാൾ വായിച്ചു, ഖറഉ അവർ കുറെ പുരുഷന്മാർ വായിച്ചു, ഖറഅത്ത് അവൾ വായിച്ചു, ഖറഅത്ത അവർ രണ്ട് സ്ത്രീകൾ വായിച്ചു, ഖറഇന അവർ കുറെ സ്ത്രീകൾ വായിച്ചു, ഖറഅത്ത നീ ഒരു പുരുഷൻ വായിച്ചു, ഖറഅത്തുമ നിങ്ങൾ രണ്ട് പുരുഷന്മാർ വായിച്ചു. ഇവിടെ എന്താണ്? നിങ്ങൾ രണ്ടുപേരും. അപ്പൊ സാധാരണയായിട്ട് എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പിന്നെ ആളെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ്? അത് മുദക്കറായി എഴുതിയാമേ. അപ്പൊ ഖറഅത്തുമ അല്ലേ? മുദക്കറാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ തന്നെ വരിക അല്ലേ? ഖറഅത്ത, ഖറഅത്തുമ, ഖറഅത്തും, ഖറഅത്തി, ഖറഅത്തുമ രണ്ടും ഒന്നേനെ വരിക. മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഖറഅത്തുമ എന്ന് വരിക. അപ്പൊ ഖറഅത്തുമ നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചില്ല എന്നാ പറയാ. അപ്പൊ ഖറഅത്തുമാ വായിച്ചു എന്നാണ്. അപ്പൊ ഇനി വായിച്ചിട്ടില്ല എന്ന് ഇങ്ങനെ പറയാം? മാ ചേർത്ത് കൊടുക്കുക. മാ ഖറഅത്തുമാ, മാ ഖറഅത്തുമൽ യൗമ അദ്ദർസ, മാ ഖറഅത്തുമൽ യൗമ ഇന്ന് നിങ്ങൾ രണ്ടുപേരും പാഠം വായിച്ചിട്ടില്ല. പിന്നെ വായിച്ചിട്ടില്ല അദ്ദർസ, ദർസ പറഞ്ഞ പാഠം. അപ്പൊ നിങ്ങൾ ഇന്ന് പാഠം വായിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? ഓരോന്ന് ചോദ്യങ്ങള് നമ്മൾ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? എന്താ പറഞ്ഞത്? മഅറൂഫ് പറഞ്ഞു, മജ്ഹൂൽ പറഞ്ഞു, പിന്നെ മഅറൂഫിനെ പിന്നെ മൻഫിയാക്കൽ എങ്ങനെ, മുസ്ബത്താക്കൽ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു, മജൂലാക്കൽ എങ്ങനെയെന്ന് പറഞ്ഞു, മാദിയിൽ മജൂലാക്കൽ എങ്ങനെ, അതുപോലെ തന്നെ മുളാരിയിൽ മജൂലാക്കൽ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇതാണ് എന്ത് ചെയ്യുക? ആ പിന്നെ പറഞ്ഞ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഈ പറഞ്ഞ പിന്നെ കാണിച്ച ഈ നോട്ടുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് നോട്ട് അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കുക. നോട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക. പരീക്ഷ കഴിഞ്ഞാലൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ആ ചാർട്ട് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് തിരിയും. ക്ലാസ് കേട്ടതുകൊണ്ട് പിന്നെ പ്രത്യേകമായിട്ട് തിരിയും എന്ന് വിശ്വസിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല സന്തോഷത്തോടുകൂടെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നല്ല റാഹത്ത് വേണം. പിന്നെ ഒരു ഇറങ്ങാറായിട്ട് ഒരു വിഷമിച്ച് അങ്ങനെയല്ല, നല്ല സന്തോഷത്തോടു കൂടെ പിന്നെ പരീക്ഷ എഴുതാനുള്ള ഒരു തൗഫീഖ് നമുക്ക് കിട്ടണം. അതിനാണ് എന്ത് ചെയ്യണേ? പിന്നെ ഈ റിവിഷനും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്, ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പുറമേ എന്ത് ചെയ്യുക? പരീക്ഷയോടനുബന്ധിച്ച് നമുക്ക് ഒരു ആവേശമാണല്ലോ. അപ്പോൾ ആ ഒരു ആവേശത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ എഴുതാൻ സാധിക്കണം. ആ പേപ്പർ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടെ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും നല്ല ബുദ്ധിശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.